പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജാനുവരി മാസം 3-ാം തീയതി ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗ്ഗ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നടത്തിയത്. ആമേൻ. അതിശയകരമായിട്ട് നടത്തിയ അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ നിറഞ്ഞതായ ലോകത്തിൽ കർത്താവ് തൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മളെ മറച്ചു. ദുഷ്ടൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ വീഴാതെ, ആമേൻ, അനർത്ഥങ്ങളൊന്നും നമുക്ക് വ്യസനത്തിന് കാരണമാകാൻ അനുവദിക്കാതെ തൻ്റെ ചിറകിൻ്റെ മറവിൽ കഴിഞ്ഞ ഒരു ദിവസം പകൽക്കാലം അത്ഭുതമായി നടത്തിയ കർത്താവിന് നന്ദിയോടെ കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ആരോഗ്യത്തോടെ രാത്രി നല്ല ഉറക്കം ഉറങ്ങാൻ കർത്താവ് സഹായിച്ചു. സ്വസ്ഥമായ ഉറക്കം തന്നതിന് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയ കർത്താവിൻ്റെ വിശ്വസ്തതയെ ഓർത്തിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലവും ജയോത്സവമായി കൈപിടിച്ച് നടത്തുന്ന കർത്താവിന് അമേൻ അമേൻ. നമ്മളെ കൈപിടിച്ച് നമ്മുടെ കൂടെ ഇരുന്ന് അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവനാ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാ. ഹല്ലേലൂയ. അങ്ങ് നല്ലവനാകുന്നല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്തു. ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു, ഞങ്ങളോടുള്ള അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, അങ്ങയുടെ ഫേവറിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം അങ്ങ് അത്ഭുതമായി ഞങ്ങളെ നടത്തുന്നതിന് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ സ്തോത്രം. ആമേൻ. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. 115 സങ്കീർത്തനം പറഞ്ഞു, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല. കർത്താവിൻ്റെ ദയയും വിശ്വസ്തതയും നിമിത്തം കർത്താവിൻ്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. കർത്താവ് യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളുടെയും നിങ്ങളുടെ മക്കളെയും തന്നെ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങൾ ഇന്നത്തെ പകൽക്കാലം ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കണം. പ്രത്യേകിച്ച് രോഗത്താലിരിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് കാലിൻ്റെ വണ്ണയ്ക്ക്, കാഫ് മസിൽസിന് വേദനയായി, ആമേൻ ആമേൻ, കാലിന് ബലഹീനത അനുഭവിക്കുന്നവർ, കാലെടുത്ത് വെക്കുമ്പോൾ കൂടുതൽ സമയം നിൽക്കുവാൻ കഴിയുന്നില്ല, നടക്കുവാൻ കഴിയുന്നില്ല, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, നസ്രനായ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ആമേൻ. ശരീരത്തെ ആമേൻ അലർജി മുഖാന്തരം ചൊറിച്ചിൽ നേരിടുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഡാൻഡ്രഫിനാൽ ബുദ്ധിമുട്ടുന്നവർ, തലയിൽ ചാർദനം വന്നിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ചെവിയുടെ വേദനയാൽ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഈ പ്രഭാതത്തിൽ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ മറ്റ് ആവശ്യങ്ങളുടെ മുഖത്ത് നിൽക്കുന്ന എല്ലാവരുടെ മേൽ ദൈവിക അത്ഭുതങ്ങൾ നടക്കണം. കർത്താവ് ഞങ്ങളുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാ അഭിഷക്ത ദാസീദാസന്മാരെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സഭായോഗങ്ങൾ അനുഗ്രഹമായി തീരുകയും ഉണർവിന് കാരണമായി തീരുകയും ചെയ്യുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് നമ്മുടെ മീറ്റിങ്ങിനായിട്ട് സ്തോത്രം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ. ഹല്ലേലൂയ. ഈ വർഷത്തെ ആദ്യത്തെ സഭായോഗമാണല്ലോ. പരിശുദ്ധാത്മാവിന് വലിയ നിറവും ആത്മാവിന് വലിയ സാന്നിധ്യവും ഉണ്ടാകട്ടെ. ആത്മാവിൻ്റെ പകർച്ചയും ഉണ്ടാകട്ടെ. ജനത്തിന്മേൽ ആമേൻ കടന്നു വരുന്ന ഓരോരുത്തരുടെ മേലും, ആമേൻ ദാഹത്തോടെ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെ മേലും വലിയ ദൈവകൃപ വ്യാപരിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വം പുകഴ്ചയ്ക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപയും വലിയ സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് അനുവദിച്ചാൽ ഇന്ന് രാവിലെ നമ്മൾ ഇന്ത്യൻ സമയം 9:30-ക്കാണ് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുന്നത്. സാധാരണയുള്ളതിലും അല്പസമയം താമസിച്ചാണ് നടത്തുന്നത്. കാരണം നമുക്ക് ന്യൂ ഇയറിന് നമ്മൾ ഉപയോഗിച്ച ടെൻറ്റിനകത്ത് വെച്ച് തന്നെയാണ് ഇന്നത്തെ സഭായോഗം നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും തക്ക സമയത്ത് പങ്കെടുക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയും കർത്താവിൻ്റെ സമാധാനവും ഇന്നത്തെ മീറ്റിങ്ങിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കാം. നമുക്ക് സഭാപ്രസംഗയുടെ പുസ്തകം, അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ മെസ്സേജിന് പറഞ്ഞിരിക്കുന്ന പേരിതാണ്: ഈ വർഷം നിങ്ങളുടെ നാവിനെ വളരെ ശ്രദ്ധയോടുകൂടെ ഉപയോഗിക്കുക.
ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം ഈ ദിവസങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നാവിനെക്കുറിച്ച് പഠിച്ചിരുന്നു. നാവ് നമ്മുടെ ഈ വർഷത്തെ പരിശുദ്ധാത്മാവ് ഈ വർഷത്തിൻ്റെ ആരംഭ ദിവസങ്ങളിലും പറഞ്ഞു, നിങ്ങളുടെ വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഈ വർഷത്തെ നിങ്ങൾ ഡിസൈൻ ചെയ്തെടുക്കണം. ആമേൻ. ഒരു കലാകാരൻ്റെ കയ്യിലിരിക്കുന്ന പേന കൊണ്ട് കലാകാരൻ തൻ്റെ ഹൃദയത്തിൽ ഉള്ള ആ കലയെ അവൻ പേപ്പറിൽ വരച്ചെടുക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം ഈ വർഷം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്ലാൻ നമ്മളിലൂടെ, നമ്മുടെ നാവിലൂടെ ആമേൻ പറഞ്ഞാണ് ഈ വർഷം ഡിസൈൻ ചെയ്യേണ്ടത്. സഭാപ്രസംഗി 5:6 ഇങ്ങനെ പറഞ്ഞത്, നിൻ്റെ വായ് നിൻ്റെ ദേഹത്തിന് പാപകാരണമാകരുത്, അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൂതൻ്റെ സന്നിധി പറയുകയും അരുത്. ദൈവം നിൻ്റെ വാക്ക് നിമിത്തം കോപിച്ച് നിൻ്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? അപ്പോൾ നാവിൻ്റെ പ്രത്യേകതയാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത്. ആമേൻ. എപ്പോഴും ഓർക്കണം, നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ ദൂതന്മാർ സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവദൂതന്മാർ നമ്മുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ ആമേൻ നമ്മൾ പറയുന്ന വാക്കുകളാണ് അവരെ ചലിപ്പിക്കുന്നത്. പല ദൈവമക്കളുടെയും കൂടെ നടക്കുന്ന ദൂതന്മാർ ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുക. കാരണം എന്നാ? നമ്മൾ പറയുന്ന എപ്പോഴും ദൂതന്മാരെ ചലിപ്പിക്കുന്ന വാക്കുകളല്ല, ദൂതന്മാരെ നിരാശപ്പെടുത്തി കളയുന്നതും ഇന്നാക്റ്റീവ് ആക്കുന്നതുമായ വാക്കുകളാണ്. അപ്പോൾ ദൂതന്മാർ, നമ്മുടെ കൂടെ നടക്കുന്ന ദൂതന്മാർ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ദൈവത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അത് ദൈവവചനം നമ്മളിലൂടെ പറയുമ്പോൾ അവരെ ആക്റ്റീവാക്കി മാറ്റും. അതുപോലെ തന്നെയാണ് നമ്മൾ എന്തു പറയുന്നു അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവിനെ വായും നാവും സൂക്ഷിക്കുന്നവൻ, ആമേൻ, തൻ്റെ വായെ കാക്കുന്നവൻ, തൻ്റെ വാക്കിനെ കാക്കുന്നവൻ, ആമേൻ. നാവ് ഒരു ചെറിയ അവയവമാണ്, അത് ഒരു വലിയ കപ്പലിൻ്റെ ആമേൻ ചുക്കാൻ പോലെ, അത് ഇഷ്ടമുള്ള ദിക്കിലേക്ക് ചുക്കാൻ കൊണ്ട് തിരിക്കുന്നത് പോലെ നാവ് കൊണ്ട് തിരിക്കാമെന്നൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് 2025 ഒരു തീരുമാനം എടുക്കണം, എൻ്റെ നാവ് പരിശുദ്ധാത്മാവിൻ്റെ അവയവമായിരിക്കും, എൻ്റെ നാവ് പരിശുദ്ധാത്മാവിൻ്റെ അവയവമായിരിക്കും, എൻ്റെ നാവ് പരിശുദ്ധാത്മാവിൻ്റെ അവയവമായിരിക്കും. അവൻ മനുഷ്യൻ്റെ ഇഷ്ടത്തിനോ അല്ലെങ്കിൽ സാഹചര്യത്തിനോ അനുസൃതമായി അല്ല എൻ്റെ നാവ് ചലിക്കാൻ പോകുന്നത്. എൻ്റെ നാവ് പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടപ്രകാരമാണ്. ഈ വർഷം പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന ആലോചന ഇയർ ഓഫ് ബ്ലെസ്സിങ്സ്. അപ്പോൾ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ തന്നെ നിങ്ങളുടെ നാവിലൂടെ പറയുക. എപ്പോഴും പറയുക, ഞാൻ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്, എൻ്റെ കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണ്, എൻ്റെ ശരീരം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണ്, എൻ്റെ ദേശം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണ്, എൻ്റെ അവയവങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണ്, എൻ്റെ ജോലി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണ്, എൻ്റെ ബിസിനസ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണ്, ഞാൻ ചെയ്യുന്ന സകല പ്രവൃത്തിയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണ് എന്ന് നിരന്തരം നമ്മുടെ നാവിലൂടെ പറയുക. സാഹചര്യത്തെ നോക്കി പറയല്ലേ, ദൈവവചനത്തെ നോക്കി പറയുക. ആമേൻ. അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഈ വർഷം നമുക്ക് ആ ദൈവിക അനുഗ്രഹത്തിൽ ജീവിക്കുവാൻ കഴിയും. നിങ്ങൾക്കറിയാമോ, ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, നാം വിശ്വസിക്കുന്നത് നമ്മുടെ നാവിലൂടെ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് അത് നമ്മുടേതായി മാറുന്നത്. അതുകൊണ്ട് 2025 നിങ്ങളുടെ നാവിനെ നിങ്ങൾ സൂക്ഷിക്കുക, ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കുക. ആ നാവ് കൊണ്ട് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം മാത്രം വിളിച്ചു പറയുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് നിങ്ങളുടെ അവകാശമായി തീരും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഒരു ഡിസിഷൻ എടുക്കണം, നാവ് ഞാൻ അനാവശ്യമായി ഉപയോഗിക്കത്തില്ല. അതുപോലെ ആരോട് സംസാരിക്കുമ്പോഴും അധികം സംസാരിക്കണം, വളരെ കുറവ് സംസാരിക്കുക. ഒത്തിരി സംസാരിക്കുമ്പോൾ അവിടെ ലംഘനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് സംസാരിക്കുക. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അത്ഭുതകരമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സഭായോഗം ഏറ്റവും ശ്രേഷ്ഠമാക്കി തീർക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. ആമേൻ. ഹല്ലേലൂയ. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും സമുദ്രതീരത്തിലെ മണൽത്തരി പോലെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വർദ്ധിച്ചു വരികയും. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.